എങ്ങനെ മീൻകറി വെച്ചാലും വെള്ളം പോലാവുന്നെന്നാണ് ഒരുപാട് ആൾക്കാരുടെ പരാതി. തേങ്ങ അരച്ച് വെച്ചാൽ ആ പ്രശ്നം തീർന്നില്ലേ? അപ്പം മടിയുള്ള ആൾക്കാർക്ക് വെക്കാൻ പറ്റിയ കറിയാണിത് കേട്ടോ. 1 കപ്പ് തേങ്ങ, അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുത്തോ കേട്ടോ. പിന്നെ ഇതൊന്ന് മാറ്റി വെച്ച് നമ്മുടെ മൺചട്ടി എടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഒരു പച്ചമുളക്, തക്കാളി, കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൈ വെച്ച് നന്നായി ഉടച്ചെടുക്കണം. മടിയുള്ള ആൾക്കാർ അതും കൂടെ ഈ തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചോട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് പുളി വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി വെക്കണം. ഇനി നമ്മളെ മൺചട്ടി അടുപ്പത്തോട്ട് വെക്കാൻ പോകുന്നു. സ്റ്റവ് ഓണാക്കി ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായി തിളയിറങ്ങും. തിളച്ചതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ പൊരിക്കാൻ വേണ്ടി വാങ്ങിയ മീനായതുകൊണ്ടാണ് ഈ ലൈൻസ് കാണുന്നത് കേട്ടോ. എന്തായാലും ഞാൻ അതെടുത്തുനിന്ന് കറി ഉണ്ടാക്കി വെച്ചു. അപ്പം അത് മൂടി വെച്ച് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ഇടയ്ക്ക് വെച്ച് സ്പൂണൊന്നും ഇട്ടേക്കില്ല, ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി അവിടെ കിടന്ന് തിളച്ച് നല്ല കുറുകി വരുമ്പോഴത്തേക്കും ലാസ്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വറവിടാം. ഞാൻ ചെയ്ത പോലെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. കുറച്ച് കരിവേപ്പിലിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ചെയ്യുമ്പം വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കറി ഒന്നും കൂടെ നല്ലോണം കുറുകിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും പുളിയൊക്കെ ഇറങ്ങി അടുത്ത ദിവസം കഴിക്കാൻ ഇതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉണ്ടാക്കി നോക്ക്.